ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു പ്രിലിംസ് കഴിഞ്ഞ് നോക്കിയിട്ടുള്ള 3 പ്രിലിംസ് എക്സാമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിന് നമ്മുടെ 10 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടായിരുന്നു. 10 കറണ്ട് അഫയേഴ്സിൽ 10 ക്വസ്റ്റ്യൻസും വളരെ വെറൈറ്റി ആയിരുന്നു. കാരണം നമുക്ക് സാധാരണ ചോദിക്കുന്ന എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തിൽ അല്ലെങ്കിൽ പുരസ്കാരങ്ങളെന്ന മേഖലയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സോ അങ്ങനെ ഒരു ചോദ്യമില്ലായിരുന്നു. കൂടുതലും ചോദ്യങ്ങളും വെറൈറ്റി എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു നമ്മൾ കൂടുതലും കറണ്ട് അഫയേഴ്സ് കാണാൻ ആരും ശ്രദ്ധിക്കാത്ത മേഖലയായിരുന്നു കൂടുതലും ചോദ്യം. പക്ഷേ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോയ്ക്കകത്ത് പല ക്വസ്റ്റ്യൻസ് അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കില്ലായിരുന്നു. ശ്രദ്ധിക്കില്ലെന്ന് പറയും, കാരണം ഇതൊക്കെ ചോദിക്കുമോ എന്നൊരു നമുക്കൊരു ആശയക്കുഴപ്പം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നമുക്ക് പറഞ്ഞ 3 എക്സാമിന് നമുക്ക് വളരെ കണ്ണിങ്ങായിട്ട് നോക്കണം. അപ്പോൾ ആദ്യം കുറച്ച് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കിനെ നമുക്ക് നോക്കാം. കാരണം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം വീണ്ടും പഴയതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ഭേദഗതി എന്നൊരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം ഭേദഗതി ഞങ്ങൾ എടുത്തിട്ടുള്ളതാണെങ്കിലും അതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കണം. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഞാൻ 1-2 ചോദ്യങ്ങൾ നല്ല വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്കകത്ത് നമ്മൾ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ജില്ലകളെ ബേസ് നമ്മളെ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം കണ്ടെത്തി. അതില്ലെങ്കിൽ സ്ഥലം കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? അത് നിലമ്പൂർ. ഇനി അതുപോലെ നാഷണൽ ഹൈവേ എന്നൊരു ടോപ്പിക്ക് നമ്മൾ നാഷണൽ ഹൈവേക്ക് എത്തിയിട്ടുണ്ട്. അതിനകത്ത് 9 നാഷണൽ ഹൈവേക്കകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് നിന്ന് എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ അക്കാമച്ചെറിയൻ്റെ 2 ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള അതും നമ്മളുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊരു ടോപ്പിക്ക് ഇട്ടിട്ടുണ്ട്, അതിനകത്തുണ്ട്. ഇനി നമ്മൾ 1114 കഥ അതും നമ്മുടെ കറണ്ട് അഫയേഴ്സിന് നമ്മുടെ ഈ നവോത്ഥാനത്തിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ 1909 അയ്യങ്കാളി എവിടെയാണ് കർഷക സമരത്തിൽ നടന്നു നൽകിയത് ആ ചോദ്യം. അതുപോലെ സുചീന്ദ്രം രഥോത്സവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്ത. അതുപോലെ നമ്മളെ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ഇങ്ങനെയുള്ള നല്ല വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഈ എല്ലാം വാരിക്കോരി നമ്മൾ എഴുതാതെ ആവശ്യത്തിന് അറിയാമെന്നുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ നമുക്ക് പ്രധാനമായിട്ട് ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും ഡിഫറൻറ്റ് പരീക്ഷയാണ്. കാരണം പരീക്ഷ ക്ലാസ്സിൽ എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണതല്ല, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എല്ലാ ആൻസർ അറിയാമെന്നുള്ളതിൽ തോന്നും. പക്ഷേ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും പരീക്ഷയുടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്നിട്ട് നമുക്ക് എത്രത്തോളം മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ മാത്സ് കഴിഞ്ഞ ദിവസം ഒരെണ്ണത്തിന് ആൻസർ ഇല്ല, ബാക്കി എല്ലാ ക്വസ്റ്റിനും ആൻസർ ഉണ്ട്. മാത്സ് 18 മാർക്ക് മാത്സ് കിട്ടും. പക്ഷേ GK എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 80 ക്വസ്റ്റ്യൻ ഉള്ളതിൽ നമുക്കൊരു 55 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാമെന്നുള്ള ആൾക്കാർ അത്ര എഴുതിയാലും മതി. ബാക്കി മാത്സും കൂടെ നമുക്ക് ഏകദേശം ഒരു 80ഓളം മാർക്കായി. ഇനി നല്ല പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 90-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും പറ്റും. കാരണം കറണ്ട് അഫയേഴ്സും വളരെ ഡീപ്പായിട്ട് നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ മാർക്കും കരസ്ഥമാക്കണം. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് നിലവാരമുള്ള നല്ല ചോദ്യങ്ങളായിരുന്നു ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ ചോദ്യം. അപ്പോൾ ഇനി വരുന്ന നമ്മളുടെ പ്രിലിമിനറി എക്സാമിനും അതുപോലെ +2-ലുള്ള പ്രിലിമിനറി എക്സാമിനും നമ്മൾ ഈ പറഞ്ഞ മേഖലകളൊന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു. കാരണം ഈ ടോപ്പിക്ക് ബേസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ PSCയുടെ ഫസ്റ്റ് പ്രിലിംസിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്ന സിലബസ് ബേസ് തന്നെയാണ്. പക്ഷേ 1-2 ചോദ്യങ്ങൾ നമ്മളുടെ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്തുള്ള ഒരു സന്ധ്യയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ ഈ റാങ്ക് ഫയലിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പരമാവധി വായനാശീലം സ്കൂൾ ബുക്കോ അല്ലെങ്കിൽ എല്ലാം പരമാവധി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പ്രസിദ്ധീകരണം ഏതെങ്കിലുമൊക്കെ വായിച്ച് നമുക്ക് സുഖമായിട്ട് നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് കുറച്ച് നമ്മൾ അധ്യക്ഷന്മാർ നോക്കാം. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് അധ്യക്ഷന്മാർ ചോദിച്ചതുകൊണ്ട് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ അടുത്ത ഭേദഗതിയും അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ടോപ്പിക്കിലേക്ക് കിടക്കാം. കാരണം അടുത്ത് വരാൻ പോകുന്ന പ്രിലിംസ് കിട്ടേണ്ട ആൾക്കാരും ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ പ്രിലിംസ് എല്ലാം കിട്ടുമെന്നാണെങ്കിൽ 100% ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഞങ്ങളുടെ എല്ലാ വീഡിയോ ക്ലാസ്സും നിങ്ങളെടുത്ത് ഓരോ ക്ലാസ്സായിട്ട് വീഡിയോ ക്ലാസ് ഉദാഹരണം റെയിൽവേ സോൺ ഇട്ടിട്ടുണ്ട്, പോസ്റ്റൽ സോൺ ഇട്ടിട്ടുണ്ട്. സകല മേഖലയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉദാഹരണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എല്ലാ മേഖലയ്ക്കകത്തുനിന്ന് അതുമായി കണക്ട് ചെയ്ത് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഇപ്രാവശ്യം പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഈ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അതിനകത്ത് നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടുപോയിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോയി നോക്കുക. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ക ഈ പരീക്ഷ സിലബസിന് ബേസ് ചെയ്ത് മാത്രമുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ഓരോ വ്യക്തികളും എന്നുള്ള മേഖലയിൽ നമുക്ക് കിടക്കും. കാരണം ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ അടൂർ ഗോപാലകൃഷ്ണൻ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും കുറച്ച് വ്യക്തികൾ എന്നുള്ള ടോപ്പിക്ക് നോക്കണം. അപ്പോൾ ഇതിനകത്ത് വ്യക്തികൾ എന്നുള്ള ടോപ്പിക്ക് അതിനകത്ത് വ്യക്തികൾ എന്നൊരു ടോപ്പിക്ക് ഞാൻ ഒരിക്കൽ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് ഇത് നമുക്ക് വീണ്ടും നോക്കാം. ശ്രദ്ധിച്ചിരുന്നോണം. കേരള സംസ്ഥാന ബാല അവകാശ കമ്മീഷൻ ഓർമ്മിക്കണം. സംസ്ഥാന ബാല അവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ പഠിക്കുമ്പോൾ തന്നെ
നമ്മൾ 2 കമ്മീഷന്മാരെ അറിഞ്ഞിരിക്കണം. ദേശീയ ബാലാവകാശ കമ്മീഷൻ 2007, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ്. KV മനോജ് കുമാർ. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ്. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 2007-ലും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013-ലുമാണ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ്റെ പേര് KV മനോജ് കുമാറാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ്റെ പേര് KV മനോജ് കുമാർ. ദേശീയ ബാലാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 2007-ലും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ്റെ പേരാണ് KV മനോജ് കുമാർ. പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? നിങ്ങൾ അടുത്ത കാലത്തല്ല വളരെയധികം പ്രത്യക്ഷമായിട്ട് എല്ലാ പ്രസിദ്ധീകരണങ്ങളും വളരെ പ്രത്യക്ഷപ്പെട്ടുള്ള ആളാണ്. ആളുടെ പേര് O സജിതയാണ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യത്തെ ഓർമ്മിക്കണം, കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിതയാണ്. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിതയാണ്. ഇനി റീബിൽഡ് കേരളയുടെ ഓർമ്മിക്കണം, റീബിൽഡ് കേരളയുടെ ഇനിഷ്യേറ്റീവ് ഓർമ്മിക്കണം. ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? റീബിൽഡ് കേരളയുടെ ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് കുമാർ സിംഗ് ആണ്. ഓർമ്മിക്കണം, രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ 3 ചോദ്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രാജേഷ് കുമാർ സിംഗ്. ഓർമ്മിക്കുന്ന രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. ഇനി കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല ഓർമ്മിച്ച് വെച്ചാൽ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? അപ്പോൾ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥാണ്. ഓർമ്മിക്കണം, ഡോക്ടർ സജി ഗോപിനാഥ്. അപ്പോൾ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. അപ്പോൾ കേരള സംസ്ഥാന ഇപ്പം ഇതിൻ്റെ കൂടെ പഠിക്കണം, കാരണം ഇനി നമുക്ക് ടൈം കുറവാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥാണ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രാജേഷ് കുമാർ സിംഗ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥാണ്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആരാണ്? ഓർമ്മിച്ച് വെച്ചോണം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ നമ്മൾ കേന്ദ്ര CVC എന്ന് പറയും, ഓർമ്മിക്കണം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ സഞ്ജയ് കോത്താരിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അധ്യക്ഷനാരാണ്? സഞ്ജയ് കോത്താരിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി, അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളായി. 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓർമ്മിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് കുമാർ സിംഗ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വനിതാ ചാൻസലർ ആരാണ്? ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥ്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആരാണ്? സഞ്ജയ് കോത്താരിയാണ്. ഇനി അടുത്ത് നമ്മൾ സെബി ചെയർമാൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സെബിയുടെ ചെയർമാൻ ആരാണ്? അജിത് ത്യാഗിയാണ്.
അപ്പോൾ കേരളത്തിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ്. കേരളത്തിൽ സ്ഥാപിതമായ ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് സഞ്ജയ് കോത്താരി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാനാരാണ്? അജിത് ത്യാഗയാണ്. അപ്പോൾ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യത്തെ വനിത എക്സൈസ് ഇൻസ്പെക്ടർ O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് സഞ്ജയ് കോത്താരി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാനാരാണ്? അജിത് ത്യാഗയാണ്. ഒരിക്കൽ കൂടി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിലെ ആദ്യ വനിത എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ്? O സജിത. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ്. ഓർമ്മിക്കണം, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രാജേഷ് കുമാർ സിംഗ്. അടുത്ത നമ്മളുടെ കേരളത്തിൽ സ്ഥാപിതമായ ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് സഞ്ജയ് കോത്താരി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാനാരാണ്? അജിത് ത്യാഗയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചോളണം. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്നിട്ട് ബാക്കി അടുത്ത ടോപ്പിക്. അപ്പോൾ സെബിയുടെ ചെയർമാൻ നമ്മളിപ്പം പറഞ്ഞു അജിത് ത്യാഗി. അതുപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്. ഇനി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? നമുക്ക് വളരെ അറിയാമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും. ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഓർമ്മിക്കണം, ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ഓർമ്മിക്കണം, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നമുക്ക് വളരെ പരിചിതമാണെങ്കിൽ നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എസ് മണികുമാറാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ പരീക്ഷ വെച്ച് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ള കാര്യമില്ല. ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗട്ടില്ല. ആദ്യം ഫെമിലിയർ ആയിട്ടുള്ള ആൻസർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഈ റെയർ ഫൈറ്റോട് ചോദിക്കണം. അപ്പോൾ നമുക്കിതിനകത്ത് അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ കൊണ്ടുവരാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? മണികുമാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മണികുമാർ. ഇനി കേരള ആസൂത്രണ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ആസൂത്രണ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയും. നമ്മുടെ കേന്ദ്രത്തിലാണെങ്കിൽ നമ്മളിപ്പോഴും അറിയാം നീതി ആയോഗ് എന്ന് പറയും. VK രാമചന്ദ്രനാണ്. ഓർമ്മിക്കണം, VK രാമചന്ദ്രനാണ്. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ ആസൂത്രണ കമ്മീഷൻ്റെ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രനാണ്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ ആണ്. ഓർമ്മിക്കണം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ V ഭാസ്കരൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ നമുക്ക് കൂടുതലും അറിയാമെന്നുള്ളത് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണയാണ്. ഓർമ്മിക്കണം, ടിക്കാറാം മീണ. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ. ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ. ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ. ഓർമ്മിക്കണം, നമ്മുടെ ആസൂത്രണ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് V ഭാസ്കരൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണയാണ്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മണികുമാർ. ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് V ഭാസ്കരൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതെല്ലാം PSCക്കാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ പേര് MK സക്കീറാണ്. ഓർമ്മിക്കണം, MK സക്കീർ. അപ്പോൾ കേരള PSC ഇപ്പോഴത്തെ ചെയർമാൻ MK സക്കീർ. ഇനി അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡോക്ടർ BA പ്രകാശ് ആണ്. ഓർമ്മിക്കണം, ഡോക്ടർ BA പ്രകാശ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചീഫ് ജസ്റ്റിസ് മണികുമാർ. ആസൂത്രണ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. കേരള PSC ഇപ്പോഴത്തെ ചെയർമാൻ MK സക്കീർ.
അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാരാണ് BA പ്രകാശ്, ഡോക്ടർ BA പ്രകാശ്. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ BA പ്രകാശ്. അപ്പോൾ കേരള PSC ചെയർമാൻ MK സക്കീർ. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നമ്മളുടെ ഡോക്ടർ BA പ്രകാശാണ്. ഇനി കേരളത്തിൽ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫ് ഫൈൻ ആണ്. ഓർമ്മിക്കണം, MC ജോസഫ് ഫൈൻ. അപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ആസന ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ V ഭാസ്കരൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ, കേരള PSC ചെയർമാൻ ഡോക്ടർ MK സക്കീർ. ഇനി അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷനാരാണ് MC ജോസഫ് ഫൈൻ. ഇനി സംസ്ഥാന വനിതാ കമ്മീഷനാണ് MC ജോസഫ് ഫൈൻ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാരാരാണ്? ഞാൻ ഇടയ്ക്ക് എടുത്തിട്ടുള്ളതാണ് ആന്റണി ഡൊമിനിക് ആണ്. ആന്റണി ഡൊമിനിക്. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടിക്കാറാം മീണ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരനും ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ, കേരള PSC ചെയർമാൻ MK സക്കീർ. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. അടുത്ത നമ്മളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആന്റണി ഡൊമിനിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമിനിക്കാണ്. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ ആരാണ്? നമ്മളിതെല്ലാം പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ ഫെമിലിയർ ആണെങ്കിൽ തെറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റിസ് സിറിയക് തോമസ് ആണ്. ഓർമ്മിക്കണം, സിറിയക് തോമസ്. അപ്പോൾ സിറിയക് തോമസ് അല്ല, സിറിയക് ജോസഫ് ആണ്. സിറിയക് തോമസ് വേറെ, സിറിയക് ജോസഫ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ V ഭാസ്കരൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MK സക്കീർ. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ്. വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ MC ജോസഫ് ഫൈൻ. സംസ്ഥാനത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആന്റണി ഡൊമിനിക്. കേരളത്തിൽ ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ ആരാണ്? സിറിയക് ജോസഫ്. ഓർമ്മിക്കണം, കേരളത്തിൽ ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ ആരാണ്? സിറിയക് ജോസഫ് ആണ്. ഇനി കേരളത്തിൽ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ ആരാണ്? അതാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഡെയിലി നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഓരോ ദിവസം വിജിലൻസ് അന്വേഷണം അത് ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടും കേരളത്തിൽ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ സുദേശ് കുമാറാണ്. ഓർമ്മിക്കണം, സുദേശ് ആണ്, സുദേശ് കുമാർ. ഒരിക്കൽ കൂടി, അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ V ഭാസ്കരൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ രണ്ടുപേരുണ്ട്. ഓർമ്മിക്കണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ടറൽ ഓഫീസറും. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെന്ന് വെച്ചാൽ V ഭാസ്കരനും, ഇലക്ടറൽ ഓഫീസർ ആരാണ്? ടിക്കാറാം മീണ. ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MK സക്കീർ. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ BA പ്രകാശ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ MC ജോസഫ് ഫൈൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആന്റണി ഡൊമിനിക്. കേരളത്തിൽ ഇപ്പോഴത്തെ ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ്. ഓർമ്മിക്കണം, സിറിയക് ജോസഫ്. കേരളത്തിൽ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ ആരാണ്? ഓർമ്മിക്കണം, വിജിലൻസ് ഡയറക്ടർ ആരാണ്? സുദേശ് കുമാറാണ്. ഓർമ്മിക്കണം, സുദേശ് കുമാറാണ്. ഇനി ജമ്മു കാശ്മീരിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഓർമ്മിക്കണം, ജമ്മു കാശ്മീരിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറുടെ പേര് മനോജ് സിൻഹയാണ്. ഓർമ്മിക്കണം, മനോജ് സിൻഹ. ഒരിക്കൽ കൂടി, അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ V ഭാസ്കരൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MK സക്കീർ. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ്. വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ MC ജോസഫൈൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആന്റണി ഡൊമിനിക്. കേരള ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ്. കേരളത്തിൽ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറാണ് സുദേശ് കുമാർ. ജമ്മു കാശ്മീരിൽ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ് മനോജ് സിൻഹയാണ്. ഓർമ്മിക്കണം, മനോജ് സിൻഹ. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MK സക്കീർ. അഞ്ചാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ BA പ്രകാശ്. വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ MC ജോസഫൈൻ. സംസ്ഥാന
മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആന്റണി ഡൊമിനി, കേരള ലോകായുക്ത ചെയർമാൻ സിറിക് ജോസഫ്, കേരള വിജിലൻസ് ഡയറക്ടർ ആരാണ് സുധേഷ് കുമാർ, ജമ്മു കാശ്മീർ ഇപ്പോഴത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് മനോജ് സിൻഹയാണ്. നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം, ശ്രദ്ധിച്ചോളൂ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ നമുക്ക് അറിയാമെങ്കിൽ ഓർമ്മിക്കണം. നിയമസഭ സ്പീക്കർ നമ്മൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കുന്നത് പി ശ്രീരാമകൃഷ്ണനാണ്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. അടുത്ത കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസമുള്ളതുകൊണ്ട് ആളിൻ്റെ പേരാണ് വിശ്വാസ് മേത്ത എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ വെച്ച് പഠിക്കുക, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നമ്മൾ പഠിക്കുമ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വിശ്വാസ് മേത്ത. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വിശ്വാസ് മേത്ത. ഇനി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC എന്ന് പറയും. KSFDC ചെയർമാൻ്റെ പേര് ഷാജി എൻ കരുണാണ്. ഓർമ്മിക്കണം, ഷാജി എൻ കരുൺ. അപ്പോൾ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC എന്ന് പറയും ഷോർട്ട് ഫോം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ്റെ പേര് ഷാജി എൻ കരുണാണ്. അപ്പോൾ ഷാജി എൻ കരുൺ. ഇനി കേരളത്തെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ്. ഓർമ്മിക്കണം, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എൻ പോളാണ്. ഓർമ്മിക്കണം, വിൻസെൻ്റ് എം പോൾ. അപ്പോൾ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി ഓർമ്മിക്കണം വിശ്വാസമുള്ളതുകൊണ്ട് വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC ചെയർമാൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ പേര് ഓർമ്മിക്കണം വിവരാവകാശ കമ്മീഷൻ്റെ പേര് വിൻസെൻ്റ് എം പോളാണ്. ഇനി കേരളത്തിൽ ഇപ്പോഴത്തെ DGP ആരാണ്? കേരള DGPയുടെ പേര് സ്ഥിരമായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ്, ലോക്നാഥ് ബെഹ്റയാണ്. അറിയാമെങ്കിൽ ഞാനൊന്നൊരു റിപ്പീറ്റ് പറഞ്ഞതാണ്, കാരണം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ ഞാനത് കൂടുതലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് ഒന്ന് കേൾക്കുമ്പോൾ മനസ്സിലിരിക്കും. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. ഇനി 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് പഠിക്കുമ്പോൾ 10 പഠിക്കണം, 11 പഠിക്കണം. 10ാമതാണെങ്കിൽ രാമചന്ദ്രൻ നായരാണ്. ഓർമ്മിക്കണം, രാമചന്ദ്രൻ നായർ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അടുത്ത് 11ാമത് സംസ്ഥാന ഓർമ്മിക്കണം. അപ്പോൾ 10ാമത് കേരള സംസ്ഥാന നമ്മൾ ഓർമ്മിക്കണം, കേരള സംസ്ഥാന നമ്മുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ. 10ാമതാണെങ്കിൽ രാമചന്ദ്രൻ നായർ. 11ാമത്തത് K മോഹൻദാസ് ആണ്. ഓർമ്മിക്കണം, K മോഹൻദാസ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC ചെയർമാൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ്റെ പേര് K മോഹൻദാസ്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ്റെ പേര് K മോഹൻദാസ്. ഓർമ്മിക്കണം, K മോഹൻദാസ്. ഇനി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. നമ്മൾക്ക് ഈ വ്യക്തി നമ്മൾ ഒരു നല്ലൊരു പേരുള്ള ഒരാളാണ്, ഒരിക്കലും മറക്കാത്തൊരാൾ. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ് മേഴ്സി കുട്ടനാണ്. മേഴ്സി കുട്ടി എന്ന് പഠിച്ചു വയ്ക്കരുത്, മേഴ്സി കുട്ടൻ. അപ്പോൾ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ K മോഹൻദാസ്. കേരളത്തിൽ ഇപ്പോഴത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? മേഴ്സി കുട്ടനാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമി പഠിക്കണം. സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി. ഓർമ്മിക്കണം, ലളിതകല അക്കാദമി, ഫോക്ലോർ അക്കാദമിയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നാടൻ കലയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരംഭിച്ച ഇതാണ് കലാപരിപാടി ഏതാണ്, അല്ലെങ്കിൽ സംഘടന ഏതാണ്? അത് ഫോക്ലോർ അക്കാദമിയാണ്. ഫോക്ലോർ അക്കാദമി രൂപം കൊണ്ടത് 1995 ആസ്ഥാനോടെയാണ്, കണ്ണൂരിലാണ്. അപ്പോൾ നമുക്കിതിന് ഓർമ്മയായിട്ട്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ്റെ പേര് വൈശാഖനാണ്.
കേരള സാഹിത്യ അക്കാദമി വൈശാഖൻ ഓർമ്മിക്കണം, കേരള സാഹിത്യ അക്കാദമി വൈശാഖൻ. സംഗീത നാടക അക്കാദമി ഓർമ്മിക്കണം, KPAC ലളിതൻ, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്നറിയപ്പെടുന്ന KPAC ലളിതയാണ്. അപ്പോൾ ലളിത അല്ല, ലളിത അക്കാദമി ഓർമ്മിക്കണം. സംഗീത നാടക അക്കാദമിയാണ് KPAC ലളിത. ഇനി നമ്മളൊക്കെ KPS ഓർമ്മിക്കണം, സംഗീത നാടക അക്കാദമിയാണ് KPAC ലളിത. ഇനി നമ്മളെ ലളിത അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജാണ് ഓർമ്മിക്കണം, നേമം പുഷ്പരാജ്. ഫോക്ലോർ അക്കാദമിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു വളരെ കളിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ് CJ കുട്ടപ്പനാണ്. അപ്പോൾ ഇത് 4 ഒരുമിച്ച് പഠിച്ചു വയ്ക്കണം, കാരണം ഇത് മാറുന്നതനുസരിച്ച് ഒരു പ്രാവശ്യം പഠിക്കുക, മാറുന്നതനുസരിച്ച് മാറ്റി പഠിക്കുക. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി വൈശാഖൻ, സംഗീത നാടക അക്കാദമി KPAC ലളിത, ലളിത അക്കാദമി നേമം പുഷ്പരാജ്, ഫോക്ലോർ അക്കാദമിയുടെ ആരാണ് CJ കുട്ടപ്പനാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരള ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ K. മോഹൻദാസ്, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് മേഴ്സി കുട്ടനാണ്. ഇനി നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള 4 എണ്ണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ വൈശാഖൻ, സംഗീത നാടക അക്കാദമി KPAC ലളിത, ലളിത അക്കാദമി നേമം പുഷ്പരാജ്, കേരള ഫോക്ലോർ അക്കാദമിയുടെ അധ്യക്ഷനാരാണ് CJ കുട്ടപ്പനാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ K. മോഹൻദാസ്, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സി കുട്ടൻ, കേരള സാഹിത്യ അക്കാദമി വൈശാഖൻ, സംഗീത നാടക അക്കാദമി KPAC ലളിത, ലളിത അക്കാദമി നേമം പുഷ്പരാജ്, ഫോക്ലോർ അക്കാദമിയാരാണ് CJ കുട്ടപ്പനാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ K. മോഹൻദാസ്, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് മേഴ്സി കുട്ടനാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി വൈശാഖൻ, സംഗീത നാടക അക്കാദമി KPAC ലളിത, ലളിത അക്കാദമി നേമം പുഷ്പരാജ്, നമ്മളുടെ ഈ ഫോക്ലോർ അക്കാദമി ആരാണ് നമ്മൾ CJ കുട്ടപ്പനാണ്. ഇനി ഇതുപോലെ ചോദിക്കാൻ നമ്മളെ KSFDs പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്. പരീക്ഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഓർമ്മിക്കണം, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൊരു വ്യക്തി തന്നെയാണ്, സംവിധായകനായ കമലാണ്. അപ്പോൾ KSFDs ഓർമ്മ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഷാജി എൻ കരുൺ. ഇനി കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് കമലാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ആണെങ്കിൽ കമലും, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ ഷാജി എൻ കരുണാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ, കേരളത്തിൽ ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റ, 10ാമത് സംസ്ഥാന ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ രാമചന്ദ്രൻ നായർ, 11ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഡോക്ടർ K. മോഹൻദാസ്, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സി കുട്ടൻ, കേരള സാഹിത്യ അക്കാദമി വൈശാഖൻ, സംഗീത നാടക അക്കാദമി KPAC ലളിത, ലളിത അക്കാദമി നേമം പുഷ്പരാജ്, ഫോക്ലോർ അക്കാദമി CJ കുട്ടപ്പൻ, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് കമലാണ്. ഇനി നമുക്ക് കുറച്ച് ബുക്സ് നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് ബുക്സ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് 5 ബുക്സ് നമുക്ക് ഓരോ ദിവസം പഠിക്കാം. കാരണം കൃതികളിലേക്ക് കിടക്കാം. സ്ഥിതി ചെയ്യുന്നതാണ് അമേസിംഗ്, ഓർമ്മിച്ചോണം, അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ച ആരാണ്? അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയിയാണ്. ഓർമ്മിച്ചോണം, നീന റോയ്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ഓർമ്മിച്ച് വെച്ചോണം, പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്ക്, ടീ ആൻഡ് സ്നേക്സ്. നമ്മൾ സ്നേക്ക് എന്ന് പറയുമ്പോൾ പാമ്പെന്ന് ചിന്തിക്കരുത്. സ്നേക്സ് കൃതിക പാണ്ഡെയാണ്. ഓർമ്മിക്കണം, കൃതിക പാണ്ഡെ. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെയാണ്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെയാണ്. ഇനി ആസാദി ഫ്രീഡം, നമ്മൾ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരിയാണ്. ആസാദി ഫ്രീഡം, ഫാസിസം ആൻഡ് ഫിക്ഷൻ. ഓർമ്മിക്കണം, ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയിയാണ്.
അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫിക്ഷൻ ഫാസിസം ഓർമ്മിക്കണം, ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയിയാണ്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചാറാണ് അരുന്ധതി റോയിയാണ്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ച ആരാണ്? അരുന്ധതി റോയാണ്. ഇനി വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ച ആരാണ്? വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എഴുത്തുകാരനാണ്, ചേതൻ ഭഗതാണ്. ഓർമ്മിക്കണം, ചേതൻ ഭഗത്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചാറാണ് ചേതൻ ഭഗത്. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചാറാണ് ചേതൻ ഭഗതാണ്. ഇനി ഓർമ്മപ്പടികൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മിക്കണം, ഓർമ്മപ്പടികൾ ആരുടെ ആത്മകഥയാണ്? MK ഉമ്മൻ്റെയാണ്. ഓർമ്മിക്കണം, MK MA ഉമ്മൻ, MA ഉമ്മനാണ്, ഓർമ്മിച്ച് വെച്ചോണം. അപ്പോൾ അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചത് ചേതൻ ഭഗത്. ഓർമ്മപ്പടികൾ ആരുടെ ആത്മകഥയാണ്? MA ഉമ്മൻ്റെയാണ്, MA ഉമ്മൻ. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചത് ചേതൻ ഭഗത്. ഓർമ്മപ്പടികൾ എന്ന ബുക്സ് രചിച്ച അല്ലെങ്കിൽ ഓർമ്മപ്പടികൾ ആരുടെ ആത്മകഥയാണ്? MA ഉമ്മൻ. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചത് ചേതൻ ഭഗത്. ഓർമ്മപ്പടികൾ ആരുടെ ആത്മകഥയാണ്? MA ഉമ്മൻ. അമേസിംഗ് അയോധ്യ എന്ന ബുക്സ് രചിച്ചത് നീന റോയ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന ബുക്സ് രചിച്ചത് കൃതിക പാണ്ഡെ. ആസാദി ഫ്രീഡം ഫാസിസം ആൻഡ് ഫിക്ഷൻ എന്ന ബുക്സ് രചിച്ചത് അരുന്ധതി റോയ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന ബുക്സ് രചിച്ചത് ചേതൻ ഭഗത്. ഓർമ്മപ്പടികൾ ആരുടെ ആത്മകഥയാണ്? MA ഉമ്മനാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഈ ക്ലാസ് നമുക്ക് ഇത് തന്നെ ഏകദേശം നമ്മൾ കുറേ വ്യക്തികളും നമ്മൾ 5 ബുക്സും പഠിച്ചു. നമുക്കിനി അടുത്ത ക്ലാസ്സിന് വീണ്ടും ഇതുപോലെ നമുക്ക് വീണ്ടും പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് നിങ്ങൾ വ്യക്തമായിട്ട് കാണുക. പരീക്ഷയ്ക്ക് മുമ്പ് അത് കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം അറിയാമെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതെ പോരുത്. കൃത്യമായിട്ട് അവസാനം വരെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഇത് കൈമാറുക. കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ ലൈക്ക് ചെയ്യണം. ഇത് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ബെൽ ബട്ടൺ എല്ലാവരും ബെൽ ബട്ടൺ ഒന്ന് അടിച്ചിട്ട് വേണം. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് കൃത്യ സമയത്ത് തന്നെ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 100% ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് ആ പ്രിലിംസിന് മുമ്പ് ഞാൻ ബാക്കി ഇനി പ്രിലിംസ് എഴുതാനുള്ളവർക്കല്ല എല്ലാ ടോപ്പിക്കും ഞാൻ നിങ്ങൾക്ക് ബാക്കി എക്സാം ബേസ് നമ്മൾ എടുത്തു തരും. അതുപോലെ നമ്മൾ ഫസ്റ്റ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.